ലേണിംഗ് ലാമ്പിൻ്റെ വായനാദിന GK ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. വായനാ ദിനം കേരളത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? 1996 ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണമായ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്താണ്? സനാതന ധർമ്മം. PN പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? നീലംപേരൂർ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്നു തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? ചെമ്മനം ചാക്കോ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകയായ കവയിത്രി ആരാണ്? സുഗതകുമാരി. ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന നോവൽ എഴുതിയത് ആരാണ്? മുട്ടത്ത് വർക്കി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. ലോക പുസ്തക ദിനം എന്നാണ് ആചരിക്കുന്നത്? ഏപ്രിൽ 23. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? 2004 ജൂൺ 19. അവസാനമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KG ശങ്കരൻപിള്ള 2025. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സാഹിത്യം. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ്? കുമാരനാശാൻ. രാമായണം എഴുതിയത് ആരാണ്? വാത്മീകി. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. വായിക്കപ്പെടുന്നത് എന്നർത്ഥമുള്ള മുസ്ലിം പുണ്യഗ്രന്ഥം ഏത്? വിശുദ്ധ ഖുർആൻ. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം? 2013. ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബെന്യാമിൻ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ആര്? G ശങ്കരക്കുറുപ്പ്. രണ്ടാമൂഴം എന്ന നോവൽ എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നോവൽ ഏതാണ്? ഇന്ദുലേഖ. ഇന്ദുലേഖ എഴുതിയത് ആരാണ്? O ചന്തുമേനോൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്?
ഒ.വി. വിജയൻ. ചെമ്മീൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആരാണ്? കുമാരനാശാൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാരാണ്? വള്ളത്തോൾ നാരായണപ്പണിക്കർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? എ.ആർ. രാജരാജവർമ്മ. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വള്ളത്തോൾ. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ആരെഴുതിയതാണ്? ഇരയിമ്മൻ തമ്പി. സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ? രവീന്ദ്രനാഥ ടാഗോർ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന സാഹിത്യകാരി? ബാലാമണി അമ്മ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ്? ചെമ്മീൻ. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവാര്? അപ്പു നെടുങ്ങാടി. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത് ആരാണ്? എസ്.കെ. പൊറ്റക്കാട്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക ആരുടെ വാക്കുകളാണ്? പി.എൻ. പണിക്കർ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ.